ജില്ലയിലെ കുത്തകപ്പാട്ട ഭൂമി കൈവശക്കാർക്ക് പതിച്ചു കൊടുക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കുത്തകപ്പാട്ട ഭൂമിയിലെ നിർമ്മിതികൾക്കെതിരെ നോട്ടീസ് അയച്ച കർഷകരെ ഭയപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ അവസാനിപ്പിക്കണമെന്നും ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. CHR ഭൂമി വനമാണെന്ന വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് LDF സർക്കാരും ഇടുക്കി ജില്ലയിലെ CPM-ഉം അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അരനൂറ്റാണ്ടിലധികമായി കർഷകർ കുത്തകപ്പാട്ട ഭൂമി കൈവശം വച്ച് കൃഷി ചെയ്തു വരികയാണ്. പല കൈമാറ്റങ്ങൾ നടത്തിയും അനന്തരാവകാശികൾക്ക് നൽകിയും പോരുന്ന ഈ ഭൂമി പതിച്ചു നൽകിയാൽ കൈവശക്കാർക്ക് ഉടമസ്ഥാവകാശവും സർക്കാരിന് പാട്ടത്തുകയും ലഭിക്കും. എന്നാൽ ഇത്തരം ഭൂമിയിലെ നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് റവന്യൂ വകുപ്പ്. കുത്തകപ്പാട്ട ഭൂമിയിൽ നിർമ്മിതി നടത്തിയതിന്റെ പേരിൽ ഒരു കർഷകന് പോലും നോട്ടീസ് നൽകുകയോ ഇറക്കുവിടുകയോ ചെയ്യരുത്. സംസ്ഥാന സർക്കാരിന്റെ സമീപകാലത്തെ ചില ഉത്തരവുകൾ കർഷകരെ ഭയപ്പെടുത്തുന്നതാണ്. CHR-മായി ബന്ധപ്പെട്ട നിലവിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളപ്പോഴാണ് വനംവകുപ്പ് ഇവ വനഭൂമിയാണെന്ന അവകാശമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാർഡൻ ഹിൽ റിസർവിലെ മരങ്ങളുടെ സംരക്ഷണം, ഉടമസ്ഥാവകാശമല്ല, സംരക്ഷണം മാത്രമാണ് വനംവകുപ്പിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഈ ഭൂമി സമ്പൂർണമായും റവന്യൂ ഭൂമിയാണ്. ഇത് റവന്യൂ ഭൂമി ആയതുകൊണ്ടാണ് 1993 വനം കുടിയേറ്റ നിയമപ്രകാരം, അത് ക്രമീകരിക്കൽ നിയമപ്രകാരം പട്ടയം കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം CHR-നെ സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിൽക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ വനംവകുപ്പ് തന്നെ CHR വനഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ചാൽ പിന്നെ എങ്ങനെ ഇവിടുത്തെ കൃഷിക്കാരന് നിലനിൽക്കാൻ കഴിയും? ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. CHR പൂർണ്ണമായും റവന്യൂ ഭൂമിയാണെന്ന കാര്യം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കണം. വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് LDF സർക്കാരും ജില്ലയിലെ CPM-ഉം അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ സർക്കാരിന്റെ കാലത്ത് ജില്ലയിലെ സിംഗുകണ്ടം, ആനയിറങ്കൽ, ആനച്ചാൽ, കുമിളി എന്നിവിടങ്ങളിലെ 100 കണക്കിന് ഹെക്ടർ സ്ഥലം വനഭൂമിയായി പ്രഖ്യാപിച്ചു. ഇത് മരവിപ്പിച്ചതായി LDF പറയുന്നുണ്ടെങ്കിലും നിയമസഭയിൽ മന്ത്രി പറഞ്ഞത് ഇത് മരവിപ്പിച്ചിട്ടില്ലെന്നാണ്. നോട്ടിഫൈ ചെയ്ത ഉത്തരവ് ഇനി മരവിപ്പിക്കണമെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം. വസ്തുത ഇതായിരിക്കെ കർഷകരെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വനംവകുപ്പിനെതിരെ പ്രസ്താവനകൾ ഇറക്കുന്ന MM മണി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, കർഷക കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കുന്നുവിളയിൽ, ജോസ് അമ്മഞ്ചേരിയിൽ, ഷാജി വട്ടോത്ത്, ബെന്നി കുന്നിക്കാട്ട് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.